നമുക്ക് പൊതുവെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാന്നുള്ളത് ഭയങ്കര വലിയ പാടുള്ള പരിപാടിയാണല്ലേ. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഒരു സ്കൂളിലെ ആനിവേഴ്സറിക്കാണ് കേട്ടോ. ഞാൻ സ്കൂൾ ഏതാണെന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. വള്ളിച്ചെറലുള്ള ഒരു സ്കൂളാണ് കേട്ടോ. വേറെ ഒന്നും കണ്ടല്ല, ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേക പെർമിഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും എന്താ അതിന് പുറകെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കുറച്ച് കുഞ്ഞു പിള്ളേരെയാണ് കേട്ടോ. ഒരാളെ മാനേജ് ചെയ്യുന്നത് തന്നെ വലിയ കഷ്ടമാണല്ലേ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്കൂളിലെ 10-60 പിള്ളേരെ മാനേജ് ചെയ്യുന്നൊരു കാര്യമോ. പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടിനെയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ലായിരുന്നോ? അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ടിമി എന്നാണ് കേട്ടോ പേര്. ഇനി ഒരാളും കൂടി ഉണ്ട്, രാഗി. ഞങ്ങൾ 3 പേരുമാണ് കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയം തൊട്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവളുടെ അനിയൻ അവൻ ഡാൻസ് പഠിപ്പിച്ച കുഞ്ഞുങ്ങളുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിള്ളേരെ എല്ലാം ഒരുക്കുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അയ്യോ, തല എന്നാ പറയുന്നത്, നമ്മുടെ തലയെടുത്ത് വെട്ടി ഒരു ടേബിളിൽ വെക്കുന്ന അതേ അനുഭൂതിയായിരുന്നു കേട്ടോ. എന്ത് നിഷ്കളങ്കമായിട്ടുള്ള മുഖങ്ങളാന്ന് നോക്കിക്കേ വീഡിയോയിൽ മാത്രം. നമ്മൾ ഈ ഒരുക്കുന്ന സമയത്ത് ഇവർ പറയുന്നതിന് നമുക്ക് എന്നാ പറയുന്നത് ആൻസർ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമായിരുന്നേ. പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറുമ്പ് പിടിച്ച ആളാണ് കേട്ടോ ഇവനെ ഒരുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇവനെ ഒരുക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. ഇവനാണ് നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ എന്ന് പറയുന്നത്. അവനൊരു കൃഷ്ണൻ്റെ കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ. അവൻ ഭയങ്കര പാടായിരുന്നു അവനെ ഒരുക്കുക, അവനെ സ്റ്റേജിൽ കയറ്റുക എന്നുള്ളത് ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ. ഭയങ്കര കുറുമ്പനായിരുന്നേ. വീഡിയോയുടെ അവസാനം ഞാൻ അവൻ്റെ ഒരു ഫോട്ടോ കൂടി കാണിക്കട്ടോ ഞങ്ങൾ ഒരുക്കിയതൊക്കെ. അപ്പം ബാക്കി പിള്ളേരുടെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ കൃഷ്ണൻ്റെ ഒരു സോങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം കേട്ടോ. എനിക്ക് തന്നെ മനസ്സിലായില്ല. ഞങ്ങളവിടെ ഇരുന്ന എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു ഇവൻ്റെ പാട്ട് കേട്ടിട്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരുക്കലായിരുന്നു അത്. ഇവൻ നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ടിമി രാഗി അവരെ കല്യാണത്തിന് ശേഷം ഞാൻ ടിമിയൊക്കെ കൂടി ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ രാഗിനെ അങ്ങനെ നമ്മൾ ഇടയ്ക്കും പോട്ടിനൊന്നും കാണാറേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും കണ്ടുമുട്ടിയ ഒരു അസുലഭ നിമിഷമായതുകൊണ്ടാവാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ദിവസമാണ്. തന്നല്ല, ഈ പിള്ളേരെന്ന് പറയുന്നത് നമുക്കൊരു വീക്ക്നെസ് ആണല്ലേ. ഇവരുടെ കൂടെ ഒരു 5 മിനിറ്റ് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേന് എന്താ നമുക്ക് തന്നെ ചിരി വരും ഇവരുടെ ഓരോ കാട്ടായങ്ങൾ. അപ്പം ഇവൻ്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാവേ. അപ്പോൾ നമ്മൾ ഒരുക്കിയവർ ഓരോരുത്തരായിട്ട് നമ്മുടെ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാം പാട്ട് പാടുന്നുണ്ട്, അതുപോലെ തന്നെ ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേനായിരുന്നു സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയപ്പോഴത്തേനും 4:30-5 മണി ആ ഒരു സമയം ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലോട്ട് തിരിച്ച് പോരണമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം നമ്മുടെ പരിപാടി എല്ലാം തീർത്ത് പിള്ളേരെ എല്ലാം ഒരുക്കി പെറുക്കി നിർത്തി സ്റ്റേജിൽ കയറ്റി കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാം നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും രാഗിയും ടിമിയും കൂടുന്നത് വേറൊരു എന്താ ലോകത്തേക്കാണ് കേട്ടോ. നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ കുറച്ചൊക്കെ കുശുമ്പ് പറയുന്നു, അതുകൂടാതെ പരദൂഷണം മെയിനായിട്ട് പറയുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ അവരോടും എല്ലാം ഹായ് ബായ് ഒക്കെ പറഞ്ഞു. അന്ന് അങ്ങനത്തെ ഒരു ദിവസം എന്താണ് പറയുന്നത്, നമ്മുടെ ലൈഫിലെ മോസ്റ്റ് പ്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്.
എനിക്ക് തോന്നുന്നു നമ്മളും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. നമ്മൾ ഇതുപോലത്തെ ഒക്കെ ഒരു പരിപാടിക്ക് ചിലപ്പോൾ ഒരു സ്റ്റേജിലൊക്കെ കയറാൻ മടിയുണ്ടായിരുന്ന ആ ഒരു സമയത്തും കുഞ്ഞുങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് പറയുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവർ സ്റ്റേജിൽ കയറുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം സ്റ്റേജ് പരിപാടിക്കൊക്കെ ഇങ്ങനെ ഡാൻസിനും പാട്ടിനും ഒക്കെ കൂടിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത് എനിക്കിപ്പം. ആ കുഞ്ഞിക്കണ്ണം പാടിയ പാട്ട് നിങ്ങൾ കേട്ടായിരിക്കുമല്ലോ, ആ പാട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുക കൂടി ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മളും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നായിരിക്കാം. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അംഗൻവാടി പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഒന്ന് പഠിപ്പിക്കും, ഞാനൊരു തത്തമ്മയുടെ ഒരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് വളരെ മനോഹരമായിട്ട് വേറെ ഏതോ രീതി പാടിയതും അവരിപ്പോഴും അത് പറഞ്ഞ് ചിരിക്കാറുണ്ട് കേട്ടോ. ആ ഒരു കാര്യം ഞാൻ എന്തെങ്കിലും പറയുമോ, ഇപ്പോൾ ഈ കുഞ്ഞിക്കണ്ണൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അമ്മ എന്നോട് പറയുന്നതും ഇത് തന്നെയാണ്, ഇത് തന്നെയായിരുന്നു നീയും അന്ന് നീ പാടിയതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കഥ അങ്ങ് പറയാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇപ്പം ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം പേരൻസ് പൊയ്ക്കോ നമ്മൾ പിള്ളേർക്ക് ഇഷ്ടമല്ല എങ്കിൽ കൂടിയും നമ്മളെ പേരൻസ് പൊയ്ക്കോ എന്നും പറഞ്ഞിട്ട് അതിന് കൂടി ഇതിന് കൂടി ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്ന പേരൻസാണ് ഇപ്പോൾ ഉള്ള പേരൻസ് അല്ലേ. അതിന് വേണ്ടിയിട്ട് അടി കൂടുന്ന പേരൻസാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഒരു 5 മണി 6 മണി അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും, അല്ലെങ്കിൽ പ്രാക്ടീസ് നടക്കുന്ന ആ ഒരു സമയത്തായിരിക്കും, സ്കൂൾ വിടുന്ന ഒരു സമയത്തായിരിക്കും. അപ്പോൾ സ്കൂൾ വിടുന്ന സമയം കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ഭയങ്കര ബഹളമായി കാര്യങ്ങൾ. അന്നേരം തന്നെ അവർ പറയുന്നത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു, എന്തിനാ അതിന് പോകുന്നത്, ലേറ്റ് ആയിട്ടല്ലേ. മനസ്സിലായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞതല്ലേ, എന്നെപ്പോലെ തന്നെ ആയിരിക്കും പകുതി പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ പറഞ്ഞാൽ ലാഗ് അടുപ്പിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ ഇത്ര ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഇത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ടീമിയും രാഗി ഇവരൊക്കെയാണ് കേട്ടോ. അപ്പം അവസാനം നമ്മുടെ കൃഷ്ണനെ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ബൈ.